എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൽ ഫ്രിക്ഷനായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക്. അപ്പോൾ ഫ്രിക്ഷനിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എ ബ്ലോക്ക് വെയ്റ്റ്സ് 1290 Newton rests on a horizontal surface and supports another block of weight 570 Newton on top of it as shown in figure. Find the force required to move the lower block. Force P എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. Coefficient of friction between block A and B is 0.25 and coefficient of friction between block A and horizontal surface is 0.4. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 0.25, 0.4 എന്നിങ്ങനെ രണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂസ് ഈ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ എന്തായിരുന്നു ചെയ്യുന്നത്? എല്ലാ സർഫസിലുമുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ നമ്മൾ മ്യൂ എന്ന് കോമൺ ആയിട്ട് അങ്ങ് വിളിക്കുകയായിരുന്നു. ഒറ്റ വാല്യൂ നമുക്ക് തരത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? രണ്ട് വാല്യൂസ് അവർ തന്നിട്ടുണ്ട്. ഈ എ എന്ന് പറയുന്ന ബോഡിയും നമ്മുടെ ഫ്ലോറും തമ്മിലുള്ള അല്ലെങ്കിൽ ആ സർഫസും തമ്മിലുള്ളതിനെ 0.4ഉം അതേപോലെ എയും ബിയും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.25 ആണ്. ഓക്കെ, ഇനി വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ചില പ്രോബ്ലംസ് നമ്മൾ ചെയ്തപ്പം ഈ പി എന്ന് പറയുന്ന വാല്യൂ ഒക്കെ എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ വന്നിരുന്നു. അതേപോലെ സ്ട്രിങ്ങും ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ വന്നിരുന്നു. അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന സമയത്ത് അത് എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, നമ്മുടെ സർഫസിൽ നിന്നും എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, അതിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. എന്ത് ചെയ്തു? സ്ട്രിങ് ഒക്കെ ആണെങ്കിലും എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ചിലപ്പം 10, 20 അങ്ങനെ എത്ര തീറ്റയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാല്യൂ എത്ര ഡിഗ്രി മാറിയിട്ടാണെന്ന് പറയുന്നില്ല. പിയുടെ കേസിൽ ആംഗിൾ ഒന്നുമില്ല, കാരണം പി എന്താണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ തന്നെയാണ്. പക്ഷേ ഈ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രിങ് എത്ര ഡിഗ്രി മാറി, ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, എത്ര ഡിഗ്രി മാറിയിട്ടാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചറിയാം, 3, 4 എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതൊരു ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളാണ് 3ഉം 4ഉം മെഷർമെൻ്റ് ഉള്ളത്. അപ്പം 3ഉം 4ഉം മെഷർമെൻ്റ് ഉള്ള ഒരു ട്രയാങ്കിൾ എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള തീറ്റ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ, ആ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഈ സ്ട്രിങ് എത്ര ആംഗിളാണോ ഡിഗ്രി ആണോ ചെരിഞ്ഞിരിക്കുന്നത് ആ ആംഗിൾ തന്നെ ആയിരിക്കും നമ്മളുടെ ഈ തീറ്റ എന്ന് പറയുന്നത്, ട്രയാങ്കിളിൻ്റെ ആ ഒരു ഭാഗത്തെ ആംഗിൾ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമുക്കൊരു ടാൻ തീറ്റ, ഈ തീറ്റയുടെ ടാൻ തീറ്റ എടുക്കുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? 3, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് 3 അഡ്ജസൻറ്റ് 4. സോ 3/4 ആയിരിക്കും ടാൻ തീറ്റ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻ തീറ്റ 3/4 ആണ്, നമുക്ക് ആൻസർ അറിയാം. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, 3/4ൻ്റെ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആയിരിക്കും തീറ്റയുടെ വാല്യൂ. അപ്പോൾ തീറ്റ എത്രയാണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4ൻ്റെ ആൻസർ 36.87. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? തീറ്റ കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് 36.87 ഡിഗ്രി എന്താണ്? ഹൊറിസോണ്ടലിൽ നിന്നും ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. എയുടെയും ബിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാംസ് വരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് വേണം? ബി എന്ന് പറയുന്ന ആ ബോഡി കൺസിഡർ ചെയ്തു, മുകളിലിരിക്കുന്ന ബോഡി കൺസിഡർ ചെയ്തു. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. അപ്പം ബി എന്ന് പറയുന്ന ബോഡി കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ ബ്ലോക്ക് ബി. ഫസ്റ്റ് എന്തായിരിക്കും? വെർട്ടിക്കലി ഡൗൺവേർഡ്സ് എപ്പോഴും ഫസ്റ്റ് വരയ്ക്കുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് ബോഡി WB നേരെ താഴേക്കുണ്ട്. നെക്സ്റ്റ് നോർമൽ റിയാക്ഷൻ ഇത് ഏത് സർഫസിലായിരിക്കുന്നത്? ബി ഇരിക്കുന്നത് എ എന്ന് പറയുന്ന ഈ ഒരു സർഫസിലാണ് ബി ഇരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡി നേരെ മുകളിലേക്ക് ബിയിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ, എ എന്ന് പറയുന്ന ബോഡി ബിയിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ, അതിനെന്ത് ചെയ്യാം? നമുക്ക് നോർമൽ റിയാക്ഷൻ NB എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പം രണ്ടെണ്ണം നമ്മൾ വരച്ചു. ഇനിയും ബിയിൽ എന്താണുള്ളത്? ബിയിൽ നെക്സ്റ്റ് ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്ട്രിങ്ങിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സ്ട്രിങ്ങിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ ടെൻഷനും ലെഫ്റ്റിലേക്ക് തന്നെയായിരിക്കും. സ്ട്രിങ് ഏത് ഡയറക്ഷനിൽ പോകുന്നു ആ ഡയറക്ഷനിലായിരിക്കും ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ബിയിൽ നിന്നും നേരെ ലെഫ്റ്റിലേക്ക് നമ്മൾ T വരച്ചു. എത്ര ഡിഗ്രി മാറിയിട്ടാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു തീറ്റ ഡിഗ്രി. തീറ്റ എത്രയാ? 36.8. അപ്പോൾ നമ്മൾ തീറ്റ ഡിഗ്രി മാറിയിട്ട് Tയും
മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് മാർക്ക് ചെയ്യാനുള്ളത്? ഫ്രിക്ഷൻ ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ബോഡി നമ്മൾ ശ്രദ്ധിക്കുക, പി എന്ന് പറയുന്ന ഫോഴ്സ്, അതുകൊണ്ട് പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഏത് ബോഡിയിലാണ്? എ എന്ന് പറയുന്ന ബോഡിയിലാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് ബി എന്ന് പറയുന്ന ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞ ആ കൺസെപ്റ്റ്, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ സെയിം കൺസെപ്റ്റ് ഒന്നും കൂടെ എടുക്കുക. എന്താണ്? ഒരു ബസ് മുമ്പോട്ട് പോകുന്നു, അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്സ് എങ്ങോട്ടാണ്? അതിന് ഓപ്പോസിറ്റ്. ബസ് ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലേക്ക് പോയാൽ ബിൽഡിങ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു എന്ന് നമുക്ക് തോന്നും. ആക്ച്വലി ബിൽഡിങ്സ് റെസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ പോലും ബിൽഡിങ്സിന് മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും? ബസ് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അത് തന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. എ എന്ന് പറയുന്ന ബോഡി ഫ്രണ്ടിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ബി എന്ന് പറയുന്ന ബോഡി എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ബി എന്ന് പറയുന്ന ബോഡി മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് എന്തിൻ്റെയാണ്? ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ബിയുടെ മൂവ്മെൻറ്റ് ലെഫ്റ്റ് സൈഡിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ബിയുടെ മൂവ്മെൻറ്റ് ലെഫ്റ്റ് സൈഡിലേക്കാണ് എങ്കിൽ അതിൻ്റെ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഈ ഡയറക്ഷനിൽ ടുവേഡ്സ് റൈറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ. അല്ലെങ്കിൽ ആ പി ഏത് ബോഡി, പി എന്ന് പറയുന്നതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ പി എയിൽ അപ്ലൈ ചെയ്താൽ ബിയുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പിയുടെ സെയിം ഡയറക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, സോ ബി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ബി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് ബിയുടെ ഫ്രിക്ഷൻ ആ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്നു. അപ്പോൾ ടുവേഡ്സ് റൈറ്റ് സൈഡ് അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? എഫ് ബി എന്നും പേര് കൊടുത്തു. അപ്പോൾ ഈ ബിയുടെ കേസിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുന്നു എന്താണ്? വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണോ ഫോഴ്സസ് എല്ലാം? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എഫ് ബി ഉണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ എൻ ബിയും ഡബ്ല്യു ബിയും ഉണ്ട്. പക്ഷേ ടി എന്താണ്? ഹൊറിസോണ്ടലും അല്ല വെർട്ടിക്കലും അല്ല, ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടിയെ നമുക്ക് എന്ത് ചെയ്യണം? ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്കി മാറ്റണം. അങ്ങനെ ടിയെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്കുമ്പോൾ ടിയുടെ രണ്ട് കമ്പോണൻറ്റുകൾ, ഒന്ന് ഏതാണ്? ഈ ഒരു ഡയറക്ഷനിൽ ഒരു കമ്പോണൻ്റ് ഉണ്ട്, ഒപ്പം മുകളിലേക്ക് ഒരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ എന്താവും? ഈ രണ്ട് കമ്പോണൻറ്റുകളും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡയറക്ഷനിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ടിയുടെ ആദ്യത്തെ കമ്പോണൻറ്റ്, ഈ ഒരു ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, ആ ഒരു ലൈനിൽ നിന്നും തീറ്റ ഡിഗ്രി മാറിയിട്ടാണ് ടി നിൽക്കുന്നത്. അതുകൊണ്ട് ആ ലൈനിലെ കമ്പോണൻറ്റ് എന്ത് കമ്പോണൻ്റ് ആയിരിക്കും? കോസ് കമ്പോണൻറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ ഒരു ഡയറക്ഷനിലെ കമ്പോണൻറ്റ് എന്ത് കമ്പോണൻ്റ് ആയിരിക്കും? ആ കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റും ആയിരിക്കും. അപ്പോൾ കോസ് കമ്പോണൻറ്റും സൈൻ കമ്പോണൻറ്റും കിട്ടി. അപ്പോൾ കോസ് കമ്പോണൻറ്റും സൈൻ കമ്പോണൻറ്റും കിട്ടി. കോസ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടിയുടെ കോസ് കമ്പോണൻറ്റ്. അപ്പം ടി കോസ് എത്ര ആംഗിൾ? തീറ്റ. ടി സൈൻ തീറ്റ. അപ്പോൾ ടി കോസ് തീറ്റയും ടി സൈൻ തീറ്റയുമാണ് നമ്മുടെ കമ്പോണൻറ്റുകൾ. അപ്പോൾ ഏത് ലൈനിൽ നിന്നുമാണോ ആംഗിൾ എടുക്കുന്നത് ആ ലൈനിലെ കമ്പോണൻറ്റ് കോസ്, മറ്റേ ലൈനിലെ കമ്പോണൻറ്റ് സൈന്. അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ട് കമ്പോണൻറ്റുകളും കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നും കൂടെ മാറ്റി വരയ്ക്കുന്നു. ഈ ഫൈനൽ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിയാൽ കാണാം എല്ലാ ഡയറക്ഷൻസിലും എന്താണ്? ഫോഴ്സസ് എന്താണ്? ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമ്മുടെ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ എ എന്ന് പറയുന്ന ബോഡി എടുത്തു. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമ്മളുടെ വെയിറ്റ് കൺസിഡർ ചെയ്യുക. ഡബ്ല്യു എ നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ എടുത്തു. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? നോർമൽ റിയാക്ഷൻ. ഈ ഒരു സർഫസ് എ എന്ന ബോഡിയിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻ എ. ടുവേഡ്സ് എങ്ങോട്ടാണ്? മുകളിലെ സർഫസിൽ നിന്നും ബോഡിയിലേക്ക്. അപ്പോൾ ബോഡിയുടെ മുകളിലേക്കാണ് പോകുന്നത്. സർഫസിൽ നിന്നും ബോഡിയിലേക്ക്. അതിനെ നമുക്ക് എൻ എ എന്ന് പേര് കൊടുക്കാം. എൻ എ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇനി എന്താണ്? ഈ ബോഡിക്ക് ടെൻഷനൊന്നുമില്ല, കാരണം ഈ ബോഡി സ്ട്രിങ്ങുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ബി മാത്രമേ സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഉള്ളത് പി ആണ്. പി എന്ന് പറയുന്നത് ഫിഗറിൽ കൊടുത്തിട്ടുള്ള അതേ ഡയറക്ഷൻ, ടുവേഡ്സ് റൈറ്റ് സൈഡ് പി മാർക്ക് ചെയ്തു. പി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് കൊടുക്കുമ്പം ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ എവിടെയൊക്കെയുണ്ട്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എ ബോഡിക്ക് എവിടെയൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടോ അവിടെയൊക്കെ ഫ്രിക്ഷൻ ഉണ്ട്. എവിടെയാണ് ഫസ്റ്റ് കോണ്ടാക്റ്റ് ഉള്ളത്? നമ്മുടെ ഈ ഒരു സർഫസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സർഫസുമായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ എക്ക് രണ്ട് ഫ്രിക്ഷൻസ്, ഒന്ന് താഴത്തെ സർഫസുമായിട്ടുള്ളത് ലോവർ സർഫസ്, അവിടുത്തെ ഫ്രിക്ഷൻ, അതേപോലെ ബി എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രിക്ഷൻ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? മോഷന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പം ഫ്രിക്ഷൻ
എഫ് എയും എഫ് ബിയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഫ്രിക്ഷൻസ് എഫ് എയും എഫ് ബി നമ്മൾ ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെ മാർക്ക് ചെയ്തു. അപ്പം ഇത്രയും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ഒരു നോർമൽ റിയാക്ഷൻ കൂടിയുണ്ട്. ഏതാണ് നോർമൽ റിയാക്ഷൻ? നമ്മളിവിടെ എൻ എ മാർക്ക് ചെയ്തു. എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർഫസ് എയിലേക്ക് കൊടുക്കുന്നത്. സിമിലർലി കോണ്ടാക്റ്റിലുള്ള വേറൊരു സർഫസാണ് എയും ബിയും തമ്മിലുള്ള സർഫസ്. അപ്പോൾ ബി എന്ന് പറയുന്ന ബോഡി എയിലേക്ക് കൊടുക്കുന്ന ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ബിയിൽ നിന്നും എയിലേക്ക് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും താഴേക്ക് ഒരു നോർമൽ റിയാക്ഷൻ കൂടിയുണ്ട്. ഓക്കെ, ആ നോർമൽ റിയാക്ഷൻ കൂടി നമ്മൾ വരയ്ക്കുന്നു. അതാണ് എൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഫോഴ്സസും ഇൻ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഡയറക്ഷനാണ്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് പോലും ഇല്ല. എല്ലാ ഫോഴ്സസും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്കിതിനെ എന്താണ് ഫൈനൽ ഫ്രീ ബോഡി ഡയഗ്രമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഫൈനലി എയുടെയും ബിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? റിസോൾവ് ചെയ്യണം. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയറക്ഷൻസിൽ റിസോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരച്ച് നിർത്തിയ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ എടുത്തു. ഇനി എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും റിസോൾവ് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് റിസോൾവ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടൽ മീൻസ് ലെഫ്റ്റ് സൈഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഫോഴ്സ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫോഴ്സസ് ഏതൊക്കെയാണ്? ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് നമ്മുടെ ആരോ നോക്കിയാൽ കാണാം. ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടി കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡ് ഫോഴ്സ് ഈസ് എഫ് ബി. സോ നമുക്ക് എന്ത് എഴുതാം? എഫ് ബി ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ. എഫ് ബി ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം അല്ലേ? എഫ് ബിയും ടി കോസ് തീറ്റയും മാത്രമേ ഉള്ളൂ, റൈറ്റും ലെഫ്റ്റും ഉള്ളൂ. അപ്പോൾ എഫ് ബി ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇത്രയും എഴുതിയതിന് ശേഷം നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. ഞാൻ ഈ മൊഡ്യൂൾ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം തൊട്ടേ പറയുന്ന ഒരു ഇക്വേഷനാണ്. എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ, അല്ലെങ്കിൽ എഫ് ബി ആണെങ്കിൽ മ്യൂ ഇൻറ്റു എൻ ബി, അല്ല എഫ് എ ആണെങ്കിൽ മ്യൂ ഇൻറ്റു എൻ എ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. അപ്പോൾ എന്താണ്? എഫ് ബിയും എഫ് എയും നമ്മുടെ ഈ ഒരു കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഒരു മ്യൂ ബി എന്ന് പറയുന്ന ടേം? കാരണം ഒരു മ്യൂ എന്ന് പറയുന്ന ടേം മാത്രമല്ല, മ്യൂ എയും മ്യൂ ബിയും രണ്ട് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, 0.25ഉം 0.4ഉം. അതുകൊണ്ട് തന്നെ എഫ് ബി എടുക്കുമ്പോൾ മ്യൂ ഇൻറ്റു എൻ ബി എന്ന് എഴുതാതെ മ്യൂ ബി ഇൻറ്റു എൻ ബി എന്ന് തന്നെ എഴുതണം ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ കേസിൽ. ഓക്കെ, ഏത് പ്രോബ്ലത്തിൽ രണ്ട് മ്യൂ വാല്യൂ തരുന്നോ അവിടെയെല്ലാം നമ്മൾ മ്യൂ എ മ്യൂ ബി എന്ന് തന്നെ എഴുതി പോകണം. അപ്പോൾ എഫ് ബി ഈസ് ഈക്വൽ ടു മ്യൂ ബി ഇൻറ്റു എൻ ബി എന്ന് നമുക്ക് എഴുതാം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ എഫ് ബിക്ക് പകരം മ്യൂ ബി ഇൻറ്റു എൻ ബി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എഫ് ബി ഈസ് ഈക്വൽ ടു മ്യൂ ബി ഇൻറ്റു എൻ ബി എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്തിന്? എഫ് ബിക്ക് പകരം ആ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? മ്യൂ ബി ഇൻറ്റു എൻ ബി ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ എന്ന് ഇക്വേഷൻ മാറും. മ്യൂ ബി ഇൻറ്റു എൻ ബി ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ. ഇനി നമുക്ക് മ്യൂ ബിയുടെ വാല്യൂ നമുക്കറിയാം, തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. തീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 36.87 ഡിഗ്രി എന്നറിയാം. മ്യൂ ബി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 0.25 ആണെന്ന് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഈ രണ്ട് വാല്യൂ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? 0.25 ഇൻറ്റു എൻ ബി ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റയ്ക്ക് പകരം 36.87. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് എൻ ബി മാത്രം ഒരു സൈഡിലിടുക. അപ്പോൾ എൻ ബി മാത്രം ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 0.25 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും? ടി കോസ് 36.87 ഡിവൈഡഡ് ബൈ 0.25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ ബി മാത്രം ഒരു സൈഡിൽ കിട്ടി. ആ ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ് 36.87 വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കോസ് 86 അല്ല 36.87. കോസ് 36.87 വാല്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ 0.799 സംതിങ് എന്നൊരു വാല്യൂ കിട്ടും. അതിന് നമ്മൾ റൗണ്ട് ചെയ്തു 0.8 എന്ന് കൺസിഡർ ചെയ്യുന്നു. സോ എൻ ബി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 0.8 ഡിവൈഡഡ് ബൈ 0.25. ഓക്കെ, അപ്പോൾ 0.8 ഡിവൈഡഡ് ബൈ 0.25 എത്രയാണ്? 3.2. അപ്പോൾ എൻ ബിയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 3.2 ടി എന്ന് കിട്ടും. അപ്പോൾ എൻ ബി ഈസ് ഈക്വൽ ടു 3.2 ടി ആണ്. ഓക്കെ, അപ്പോൾ ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടിയെ 3.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എൻ ബിയുടെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യാം. സോ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. അപ്വേർഡ് ഫോഴ്സ് ഏതൊക്കെയാണ് ഇവിടെ? അപ്വേർഡ് ഫോഴ്സ് എൻ ബി അപ്വേർഡ് ആണ്, ടി സൈൻ തീറ്റ അപ്വേർഡ് ആണ്, ഡബ്ല്യു ബി
ഡൗൺവേർഡ് ആണ്. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ WB ഈസ് ഈക്വൽ ടു NB പ്ലസ് ടി സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. അതാണ് നമ്മളിവിടെ എഴുതിയത്. WB ഈസ് ഈക്വൽ ടു NB പ്ലസ് ടി സൈൻ തീറ്റ എന്ന് നമ്മൾ എഴുതി. ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ആണ് എന്ത്? WBൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 570 ന്യൂട്ടൺ എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ബോഡി ബി WB ഈസ് ഈക്വൽ ടു 570 ന്യൂട്ടൺ. അതേപോലെ തീറ്റ 36.87. ഈ രണ്ട് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ അതുകൊണ്ട് ആൻസർ എന്തായിട്ട് മാറും, അല്ലെങ്കിൽ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? WB ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ 570 ഈസ് ഈക്വൽ ടു NB പ്ലസ് ടി സൈൻ തീറ്റയ്ക്ക് പകരം 36.87. ഇനി സൈൻ തീറ്റയുടെ സൈൻ തീറ്റയുടെ വാല്യൂ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ NB, ഈ നമ്മുടെ ഇക്വേഷൻ്റെ ഈ NBക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ NB ഈസ് ഈക്വൽ ടു 3.2T എന്ന് പറയുന്ന വാല്യൂ നമ്മളെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. NB ഈസ് ഈക്വൽ ടു 3.2T എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 നിന്നും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 570 ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? 570 ഈസ് ഈക്വൽ ടു NB പ്ലസ് ടി സൈൻ 36.87 എന്ന് പറയുന്ന ഇക്വേഷൻ 570 ഈസ് ഈക്വൽ ടു NBക്ക് പകരം 3.2T പ്ലസ് ടി സൈൻ 36.87 എന്ന് ഇക്വേഷൻ മാറും. അതാണ് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 570 ഈസ് ഈക്വൽ ടു 3.2T പ്ലസ് ടി സൈൻ 36.87 എന്ന് ഇക്വേഷൻ മാറി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 36ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യാം. 0.6 എന്ന് കിട്ടും. സൈൻ 36.87ൻ്റെ വാല്യൂ 0.6 ആണ്. ആ വാല്യൂം കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ 570 ഈസ് ഈക്വൽ ടു 3.2T പ്ലസ് സൈൻ 36ന് പകരം 0.6 കൊടുത്തു. സോ 0.6T. അപ്പോൾ 3.2T പ്ലസ് 0.6T ചെയ്യുമ്പം 3.8T കിട്ടും. 570 ഈസ് ഈക്വൽ ടു 3.8T, അല്ലെങ്കിൽ T ഈസ് ഈക്വൽ ടു 570 ഡിവൈഡഡ് ബൈ 3.8 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, T ഈസ് ഈക്വൽ ടു 570 ഡിവൈഡഡ് ബൈ 3.8. അപ്പോൾ 570 ഡിവൈഡഡ് ബൈ 3. എത്രയാണ് ചെയ്യുന്നത്? ഇപ്പോൾ 150 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടി. T ഈസ് ഈക്വൽ ടു 150 ന്യൂട്ടൺ എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ T നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഈ ടിയുടെ വാല്യൂ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? NBയുടെ വാല്യൂ കിട്ടും. NB ഈസ് ഈക്വൽ ടു 3.2T ആണ്. അപ്പം ടിയുടെ വാല്യൂ എടുത്ത ആ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് T ഇൻ ഇക്വേഷൻ നമ്പർ 1. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ നമ്പർ 1. 3.2T ആണ്. സോ 3.2 ഇൻറ്റു 150 എത്രയാണ്? 480 ന്യൂട്ടൺ കിട്ടും. സോ നമുക്ക് NBയുടെ വാല്യൂ കിട്ടി 480 ന്യൂട്ടൺ എന്ന് നമുക്ക് NBയുടെ വാല്യൂ കിട്ടി. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഏജ് എടുക്കുക. എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തിട്ട് ഇതേ പ്രൊസീജിയർ ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുക? വെർട്ടിക്കൽ ഡയറക്ഷനിൽ സോൾവ് ചെയ്യുക. വെർട്ടിക്കൽ ഡയറക്ഷൻ അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഏതൊക്കെയാണ് അപ്വേർഡ് ഫോഴ്സസ്? NA അപ്വേർഡ് ഫോഴ്സ് ആണ്. ഡൗൺവേർഡ് ഫോഴ്സ് ഏതൊക്കെയാണ്? NBയും WA ആണ് ഡൗൺവേർഡ് ഫോഴ്സ്. സോ NA ഈസ് ഈക്വൽ ടു WA പ്ലസ് NB എന്ന് നമ്മൾ എഴുതി. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട്. എന്താണ്? WAയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട്. 1290 ന്യൂട്ടൺ. വെയിറ്റ് ഓഫ് A എത്രയാണ്? 1290 ന്യൂട്ടൺ ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. NB നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 480 ആണ്. NB നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഈ രണ്ട് വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ NA ഈസ് ഈക്വൽ ടു 1290 പ്ലസ് 480 രണ്ടും കൂടെ കൂട്ടുമ്പം 1770 ന്യൂട്ടൺ എന്ന് നമുക്ക് NAയുടെ വാല്യൂ കിട്ടും. അപ്പോൾ NBയും കിട്ടി, NAയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സോൾവ് ചെയ്യണം. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മീൻസ് റൈറ്റ് സൈഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് ഫോഴ്സ്. റൈറ്റ് സൈഡ് ഫോഴ്സ് ഏതാണ്? P ആണ് റൈറ്റ് സൈഡിലേക്ക് ഉള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഫ്രിക്ഷൻ ഫോഴ്സസ് ആയ FAയും FB. സോ P ഈസ് ഈക്വൽ ടു FA പ്ലസ് FB എന്ന് P ഈസ് ഈക്വൽ ടു FA പ്ലസ് FB എന്ന് നമ്മൾ എഴുതി. മ്യൂ ഈസ് ഈക്വൽ, സോ FAക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? FAക്ക് പകരം നമ്മൾ മ്യൂ A ഇൻറ്റു NA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. FAക്ക് പകരം FBക്ക് പകരം മ്യൂ B ഇൻറ്റു NB എന്ന് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? P ഈസ് ഈക്വൽ ടു മ്യൂ A ഇൻറ്റു NA പ്ലസ് മ്യൂ B ഇൻറ്റു NB എന്ന് നമ്മുടെ ഇക്വേഷൻ മാറും. ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? NBയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 480 ആണെന്നറിയാം. NAയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 1770 ആണെന്നറിയാം. അതേപോലെ മ്യൂ Aയുടെ വാല്യൂ നമുക്കറിയാം. മ്യൂ Bയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? മ്യൂ A 0.4 ആണ്. മ്യൂ B 0.25 ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ആൻസറിൻ്റെ ഈ വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ ആൻസറും വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ച ആൻസേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ P ഈസ് ഈക്വൽ ടു
0.4 into 1770 plus 0.25 into 480. കാൽക്കുലേറ്ററിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. P is equal to 708 plus 128 to 8 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ പിയുടെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. P is equal to 828 ന്യൂട്ടൺ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? പി എത്രയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസറാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സിമിലർ ടൈപ്പ് വേറൊരു പ്രോബ്ലം നോക്കാം. ഇതൊരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇതും സിമിലർ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ഒരു ടെസ്റ്റും കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പ്രോബ്ലം നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫോഴ്സ് റിക്വയർഡ് ടു കോസ് മോഷൻ ഇൻ ദ സിസ്റ്റം ആസ് ഷോൺ ഇൻ ഫിഗർ? അസ്യൂം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആസ് 0.24 ഫോർ ഓൾ സർഫസസ്. മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.2 ആണ്. ഇവിടെ പി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതും നമ്മുടെ സാധാരണ രീതിയിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. എന്താണ്? എ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 840 ന്യൂട്ടൺ ആണ്. ബി എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, 560 ന്യൂട്ടൺ ആണ് അതിൻ്റെ വാല്യൂ. എയും ബിയും എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രിങ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡി നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസിൽ നിന്നും 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബിയിൽ എന്താണ്? ഒരു ഫോഴ്സ് പി എന്ന് പറയുന്ന വാല്യൂ ബിയിലാണ് കൊടുക്കുന്നത്. അതൊരു തീറ്റ ഡിഗ്രി ചരിഞ്ഞിട്ടാണ്. അപ്പോൾ കോമൺ ആയിട്ടും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതി പ്രോബ്ലം ചെയ്യും. സോ അത് തെറ്റാണ്. തീറ്റയുടെ വാല്യൂ 60 ഡിഗ്രി അല്ല. എന്താണ് 60 ഡിഗ്രി? എ എന്ന് പറയുന്ന ബോഡി 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് എന്നതാണ് ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് 60 ഡിഗ്രി കൊണ്ട് മീൻ ചെയ്യുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് പി എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, തീറ്റ. അപ്പോൾ തീറ്റയും 60 അല്ലെ, തീറ്റയുടെ വാല്യൂ 60 എന്ന് അർത്ഥമില്ല. സോ അന്ന് ആദ്യം എന്ത് ചെയ്യുക? അങ്ങനെയൊന്നും വിചാരിക്കരുത്, മിസ്കൺസെപ്റ്റുകളൊന്നും ഉണ്ടാവരുത്. തീറ്റ അപ്പോൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്താണ് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. മ്യൂ തന്നിട്ടുണ്ട്, WA തന്നിട്ടുണ്ട്, WB തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? തീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം. നമുക്ക് എന്താണ്? മ്യൂ എന്ന് പറഞ്ഞാൽ 0.2. നമുക്ക് മ്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു F/N. എഫ് അല്ലെങ്കിൽ F ഇസ് ഈക്വൽ ടു മ്യൂ എൻ. മ്യൂ ഇസ് ഈക്വൽ ടു F/N എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഈ എഫ് എന്നും തന്നില്ലെങ്കിൽ മ്യൂ കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡ് എന്തായിരുന്നു? മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം മ്യൂ. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0.2 ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ തീറ്റ കിട്ടാൻ എന്ത് ചെയ്യണം? 0.2 ആണ് ടാൻ തീറ്റ എങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 0.2 എടുത്താൽ മതി. 0.2ൻ്റെ ടാൻ ഇൻവേഴ്സ്. കാൽക്കുലേറ്ററിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 0.2 എടുത്താൽ നമുക്ക് തീറ്റ കിട്ടും. എത്രയാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.2? നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്ററിൽ എടുത്ത് നോക്കുക. അതിൻ്റെ ആൻസർ 11.31 ഡിഗ്രി ആയിരിക്കും തീറ്റയുടെ വാല്യൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പി 11.31 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ പി നമുക്ക് ഇപ്പം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പി നമുക്ക് എന്ത് കിട്ടി? തീറ്റ ഈസ് ഈക്വൽ ടു 11.31 ആണെന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ആദ്യം നമുക്ക് എ എന്ന് പറയുന്ന ബോഡി എടുക്കാം. സോ എ എന്ന് പറയുന്ന ബോഡി നമ്മൾ എടുത്തു. എ എന്ന് പറയുന്ന ബോഡി എടുക്കുമ്പോൾ എന്താണ്? എ ബോഡി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഏതാണ് ഹൊറിസോണ്ടൽ ലൈൻ? ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എ എവിടെയാണോ റെസ്റ്റ് ചെയ്യുന്ന ആ ലൈൻ, അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് തോന്നരുത്. എ എന്ന് പറയുന്ന ബോഡി ഏത് സർഫസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സർഫസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോകുന്നതായിരിക്കും ഹൊറിസോണ്ടൽ ലൈൻ. വെർട്ടിക്കൽ ലൈനോ? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതാണ് ഇവിടെ വരച്ചിട്ടുള്ള ഈ പെർപെൻഡിക്കുലർ ലൈൻ. സോ ഇതായിരിക്കണം ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡയറക്ഷൻ. അല്ലാതെ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടാവരുത്. എപ്പോഴും എന്താണ്? സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നല്ല. നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ബേസ്, നമ്മുടെ ഈ ബോഡി ഏത് സർഫസിലാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ സർഫസിന് പാരലായിട്ട് ഹൊറിസോണ്ടൽ സർഫസും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് വെർട്ടിക്കൽ സർഫസും. സോ എയുടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമാണ് നമ്മളിവിടെ ജസ്റ്റ് വരച്ചിരിക്കുന്നത്. ഓക്കെ, എയുടെ ഹൊറിസോണ്ടലും വരച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഏത് ഡയറക്ഷനിലായിക്കോട്ടെ, എ എന്ന് പറയുന്ന ബോഡി അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്ന ബോഡി ഏത് ഡയറക്ഷനിൽ എങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ ആണെങ്കിലും അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കണം? എപ്പോഴും താഴേക്കായിരിക്കണം. സോ നേരെ താഴേക്ക് വരയ്ക്കുന്നു. വെയിറ്റ് WA നമ്മൾ വരച്ചു. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് വരയ്ക്കുന്നത്? നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർഫസ്,
ഈ സർഫസ് ബോഡിയിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ, സർഫസ് ബോഡിയിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? ഈ ഒരു ഡയറക്ഷനിലായിരിക്കണം നോർമൽ റിയാക്ഷൻ. സോ അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നോർമൽ റിയാക്ഷൻ NA എന്ത് ചെയ്തു? നമ്മൾ മാർക്ക് ചെയ്തു. നോർമൽ റിയാക്ഷനും വെയിറ്റും മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് എന്താണ്? ആ A എന്ന് പറയുന്ന ബോഡി ബിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രിങ് വെച്ചിട്ടാണ്. അപ്പോൾ അതിലൊരു ടെൻഷനുണ്ട്. എയുടെ റൈറ്റ് സൈഡിലേക്കാണ് സ്ട്രിങ് പോയിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എന്തുണ്ടാവും? ടെൻഷൻ ഫോഴ്സ് ടിയും ഉണ്ടായിരിക്കും. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണ്? പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? പി എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? റൈറ്റ് സൈഡിലേക്കാണ്. പി എന്ന് പറയുന്ന ആ ഒരു പുള്ള് വരുമ്പം റൈറ്റ് സൈഡിലേക്ക് ബി എന്ന് പറയുന്ന ബോഡി മൂവ് ചെയ്യും. അതേപോലെ എ എന്ന് പറയുന്ന ബോഡിയും എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത്? ഫ്രിക്ഷൻ ഫോഴ്സ്. സോ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും? നമ്മൾ മാർക്ക് ചെയ്തു FA എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഫ്രിക്ഷൻ ഫോഴ്സും മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഫോഴ്സസ് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ WA എന്ന് പറയുന്നത് എത്ര ഡിഗ്രി മാറിയായിരിക്കും? 60 മാറിയായിരിക്കും. ഒന്നും കൂടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാം. കാരണം ഇവിടെ ഒരു 60 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു സർഫസ് എത്ര ഡിഗ്രി ചരിഞ്ഞിട്ടാണോ ഇരിക്കുന്നത് അതേ ആംഗിൾ തന്നെ ആയിരിക്കും എന്ത്? നമ്മളുടെ നോർമൽ റിയാക്ഷനും വെയിറ്റും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ. നോർമൽ റിയാക്ഷൻ്റെ ലൈനും വെയിറ്റിൻ്റെ ലൈനും ഇടയിലുള്ള ആംഗിൾ. ഓക്കെ, നമ്മുടെ നോർമൽ റിയാക്ഷൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? NA പോകുന്ന ഡയറക്ഷൻ. ഇതാണ് നോർമൽ റിയാക്ഷൻ്റെ ലൈൻ. ഓക്കെ, നമ്മളുടെ വെയിറ്റിൻ്റെ ലൈൻ ഏതാണ്? ഈ താഴേക്ക് വരുന്നതാണ് വെയിറ്റിൻ്റെ ലൈൻ. ഈ നോർമൽ റിയാക്ഷൻ്റെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇങ്ങോട്ട്. സോ നോർമൽ റിയാക്ഷൻ്റെയും വെയിറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നതും നമ്മുടെ സർഫസ് ആ ബോഡി എത്ര ഡിഗ്രി ചരിഞ്ഞിട്ടാണോ ഇരിക്കുന്നത് അത് രണ്ടും സെയിം ആണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, ഈ ബോഡി എത്ര ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നോ അതേ ആംഗിൾ തന്നെ ആയിരിക്കും. എ എന്ന് പറയുന്ന ബോഡി എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണോ അതേ ആംഗിൾ തന്നെ ആയിരിക്കും ആ ബോഡിയുടെ വെയിറ്റും നോർമൽ റിയാക്ഷനും. വെയിറ്റ് എന്ന് പറയുന്നത് താഴേക്ക്, നോർമൽ റിയാക്ഷൻ ഈ ഒരു ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 60 തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള 60 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷനും ഹൊറിസോണ്ടൽ ഡയറക്ഷനും ഏതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഇതാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഫോഴ്സുകൾക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചതിന് ശേഷം ഫോഴ്സൊക്കെ ഒന്ന് നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ടിയും എഫും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്, NA വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. പക്ഷേ W എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഈ രണ്ട് ഡയറക്ഷനിലും പെടാതെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വേണം? Wൻ്റെ കമ്പോണൻറ്റുകളെ എടുക്കണം. Wൻ്റെ ഈ രണ്ട് കമ്പോണൻറ്റുകളെ നമുക്ക് എടുക്കണം. Wൻ്റെ രണ്ട് കമ്പോണൻറ്റുകളിൽ നമ്മളുടെ ഈ ഒരു ലൈനിൽ നിന്നും 60 ഡിഗ്രി മാറിയാണ് ഒരു കമ്പോണൻറ്റ്. സോ അവിടുത്തെ കമ്പോണൻറ്റ് എന്ത് കമ്പോണൻ്റ് ആയിരിക്കും? കോസ് കമ്പോണൻറ്റ്. നെക്സ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അവിടുത്തെ കമ്പോണൻറ്റ് എന്ത് കമ്പോണൻറ്റാ? സൈൻ കമ്പോണൻറ്റ്. അപ്പോൾ കോസ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ WAയുടെ കമ്പോണൻറ്റാണ്. WA കോസ് 60യും WA സൈൻ 60യുമാണ് രണ്ട് കമ്പോണൻറ്റുകൾ. ഓക്കെ അല്ലേ? അപ്പം അതിൻ്റെ ഡയറക്ഷന് മാറരുത്. W താഴോട്ടായതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡയറക്ഷനിലായിരിക്കണം Wൻ്റെ കോസ് കമ്പോണൻറ്റും സൈൻ കമ്പോണൻറ്റും വരേണ്ടത്. അപ്പോൾ നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രത്തിനെ നമ്മൾ ഒന്നും കൂടെ മാറ്റി വരച്ചു. എന്ത് കിട്ടി? ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് കിട്ടി. എ എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം ഇപ്പോൾ നമുക്ക് കിട്ടി. എല്ലാ ഫോഴ്സസും എന്താണ്? ഒരു വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് നമ്മൾ മാറ്റി. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി നമുക്ക് വരയ്ക്കാം. ബി എന്ന് പറയുന്ന ബോഡി നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ബിയുടെ ഫസ്റ്റ് എന്ത് ചെയ്യാം? വെയിറ്റ് വരയ്ക്കുക. വെയിറ്റ് നേരെ താഴേക്ക് WB. അതേപോലെ നോർമൽ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലേക്ക് NB. നെക്സ്റ്റ് വൺ നമുക്ക് എന്താണ്? ടെൻഷൻ ഫോഴ്സ്. ബിയുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് സ്ട്രിങ് പോയിട്ടുള്ളത്. അപ്പോൾ ടെൻഷൻ ഫോഴ്സ് T ലെഫ്റ്റ് സൈഡിലേക്ക്. പിന്നെ വരുന്നത് എന്താണ്? P നമുക്ക് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യന് കൊടുത്തിട്ടുള്ള പോലെ തന്നെ P വരയ്ക്കുക. എന്താണ്? θ ഡിഗ്രി മാറിയിട്ട് P. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലേക്കായിരിക്കും P കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബോഡിയുടെ മൂവ്മെൻറ്റ് റൈറ്റ് സൈഡിലേക്കായിരിക്കും. സോ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ്. FB എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വരച്ചു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പം എല്ലാ ഫോഴ്സസും വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ P മാത്രം എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നു. സോ Pയെ നമുക്ക് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. Pയെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യണം. അപ്പോൾ Pയെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്യുമ്പം ഈ ഒരു ലൈനിൽ നിന്നും θ ഡിഗ്രി മാറിയിട്ടാണ് P നിൽക്കുന്നത്. അപ്പോൾ ഈ ലൈനിലെ കമ്പോണൻറ്റ് എന്ത് കമ്പോണൻ്റ് ആയിരിക്കും?
കോസ് കമ്പോണൻ്റ് ആയിരിക്കും. പെർപെൻഡിക്കുലറായിട്ട് വരുന്ന കമ്പോണൻ്റ് എന്ത് കമ്പോണൻ്റ് ആയിരിക്കും? സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. കോസ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പിയുടെ കോസ് കമ്പോണൻ്റ്, പി കോസ് തീറ്റ, പി സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി പി ഇല്ല, പി കോസ് തീറ്റയും പി സൈൻ തീറ്റയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രത്തിനെ നമ്മൾ മാറ്റി വരച്ചു. എന്ത് കിട്ടി? ഈ ഒരു ഫൈനൽ ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് എത്തി. ഇപ്പോൾ എല്ലാ ഫോഴ്സസും എന്താണ്? ഒന്നുകിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ ആദ്യത്തെ വരച്ച ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ എടുത്തു. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ എടുത്തിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുകയാണ്. ഫസ്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുന്നു. വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഒരു ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷൻ്റെ മുകളിലേക്കും താഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷൻ എടുക്കുമ്പോൾ അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. അപ്വേർഡ് മുകളിലേക്ക് പോകുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? എൻ എ മുകളിലേക്കാണ് പോകുന്നത്. താഴേക്ക് പോകുന്ന ഏതാണ്? ഡബ്ല്യു എ കോസ് 60 ആണ് താഴേക്ക് പോകുന്നത്. ഡബ്ല്യു എ കോസ് 60. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എൻ എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ കോസ് 60 എന്ന് നമുക്ക് എഴുതാം. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഡബ്ല്യു എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, എ എന്ന് പറയുന്ന ബോഡിയുടെ വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്രയാണ്? 840 ന്യൂട്ടൺ ആണ് തന്നിട്ടുള്ളത് അല്ലേ? കോസ് 60യുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. കോസ് 60 ഈസ് ഈക്വൽ ടു 0.5. അപ്പം എൻ എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ കോസ് 60 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൻ എ ഈസ് ഈക്വൽ ടു 840 ഇൻറ്റു 0.5. എൻ എ ഈസ് ഈക്വൽ ടു 840 ഇൻറ്റു 0.5. സോ എൻ എയുടെ വാല്യൂ എന്ത് കിട്ടും? 420 ന്യൂട്ടൺ എന്ന് നമുക്ക് എൻ എക്ക് വാല്യൂ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് ഫോഴ്സസ്. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്നത് ഏതൊക്കെ? ഈ ഒരു ഡയറക്ഷനിൽ അല്ലേ? ഈ ഒരു ഡയറക്ഷനിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഏതാ? ടി മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് എഫ് എ ലെഫ്റ്റിലേക്കാണ്, ഡബ്ല്യു എ സൈൻ 60 ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടി ഈസ് ഈക്വൽ ടു എഫ് എ പ്ലസ് ഡബ്ല്യു എ സൈൻ 60 എന്ന് നമുക്ക് എഴുതാം. അത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡബ്ല്യു എയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡബ്ല്യു എ ഈസ് ഈക്വൽ ടു 840 ആണെന്ന് നമുക്കറിയാം. സൈൻ 60യുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് കണ്ടുപിടിക്കാം. എഫ് എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എഫ് എ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എ. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് ഒറ്റ വാല്യൂ ഉള്ളൂ. മ്യൂ എയും മ്യൂ ബിയും എല്ലാം ഒറ്റ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മ്യൂ ഇൻറ്റു എന്ന് എഴുതി. എഫ് എ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എ എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ എഫ് ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എ പ്ലസ് ഡബ്ല്യു എ സൈൻ 60 എന്ന് കിട്ടും. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? മ്യൂ ഇൻറ്റു എൻ എ പ്ലസ് ഡബ്ല്യു എ സൈൻ 60. ഇനി മ്യൂവിന് പകരം ക്വസ്റ്റ്യന് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. എൻ എ 420 ആണെന്ന് നമുക്കറിയാം, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡബ്ല്യു എ എത്രയാണ്? 840 ആണെന്ന് നമുക്കറിയാം. സൈൻ 60യുടെ വാല്യൂ 0.866 ആണെന്നറിയാം. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാം. അപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ടി ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 420 പ്ലസ് 840 ഇൻറ്റു 0.866 ചെയ്യുമ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും. ടി ഈസ് ഈക്വൽ ടു 811.46 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ടി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി എടുക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി എടുത്തു. ആദ്യമേ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ റിസോൾവ് ചെയ്യുന്നു. വെർട്ടിക്കൽ മീൻസ് അപ്വേർഡ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ്. ഡൗൺവേർഡിൽ ഏതാണ്? ഡബ്ല്യു ബി മാത്രമേ ഉള്ളൂ. അപ്വേർഡിൽ ഏതാണ്? എൻ ബി ഉണ്ട്, പി സൈൻ തീറ്റ ഉണ്ട്. സോ ഡബ്ല്യു ബി ഈസ് ഈക്വൽ ടു എൻ ബി പ്ലസ് പി സൈൻ തീറ്റ എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ എൻ ബി പ്ലസ് പി സൈൻ തീറ്റ നമ്മൾ എഴുതി. ബട്ട് നമുക്ക് ക്വസ്റ്റ്യനെ അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. അറിയാവുന്ന എന്താണ്? ഡബ്ല്യു ബിയുടെ വാല്യൂ നമുക്കറിയാം, തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. ഡബ്ല്യു ബിയുടെ വാല്യൂ എത്രയാണ്? 560 ന്യൂട്ടൺ ആണെന്ന് നമുക്കറിയാം. തീറ്റയുടെ വാല്യൂ 11.31 ആണെന്ന് നമുക്കറിയാം. തീറ്റ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ ഡബ്ല്യു ബിക്ക് പകരം 560 എന്നും തീറ്റയ്ക്ക് പകരം 11.31 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? 560 ഈസ് ഈക്വൽ ടു എൻ ബി പ്ലസ് പി സൈൻ 11.31. അപ്പം സൈൻ 11.31ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഈ എൻ ബി മാത്രം നമ്മൾ ജസ്റ്റ് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ 560 ഈസ് ഈക്വൽ ടു എൻ ബി പ്ലസ് പി സൈൻ 11.31 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്തെ എൻ ബി മാത്രം ഒരു സൈഡിലിട്ടിട്ട് ബാക്കിയെല്ലാം വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എൻ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 560 മൈനസ് പി സൈൻ 11.31 അല്ലേ? എൻ ബി മാത്രം മതി എന്ന് പറഞ്ഞാൽ എൻ ബി ഈസ് ഈക്വൽ ടു ഈ 560യിൽ നിന്നും
പി സൈൻ 11.31 ചെയ്താൽ മതി. അപ്പോൾ എൻ ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 560 മൈനസ് പി സൈൻ 11.31. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മൾ റിസോൾവ് ചെയ്തു. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ റൈറ്റ് സൈഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് ഫോഴ്സ്. റൈറ്റ് സൈഡിലെ ഫോഴ്സ് ഏതാ? പി കോസ് തീറ്റയാണ് റൈറ്റ് സൈഡിലെ ഫോഴ്സ്. ടിയും എഫ് ബിയും ആണ് ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് അല്ലേ? ടിയും എഫ് ബിയും ലെഫ്റ്റ് സൈഡും പി കോസ് തീറ്റ റൈറ്റ് സൈഡും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി പ്ലസ് എഫ് ബി എന്ന് നമുക്ക് എഴുതാം. ടി പ്ലസ് എഫ് ബി ഈസ് ഈക്വൽ ടു പി കോസ് തീറ്റ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യുക? എഫ് ബിയുടെ ഇക്വേഷൻ എടുത്തത്. എഫ് ബി മാത്രം ഒരു സൈഡിലിടുക. എഫ് ബി ഈസ് ഈക്വൽ ടു പി കോസ് തീറ്റ മൈനസ് ടി. ടി എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ടി ആവും. എഫ് ബി ഈസ് ഈക്വൽ ടു പി കോസ് തീറ്റ മൈനസ് ടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തീറ്റയുടെ വാല്യൂ അറിയാം. എത്രയാണ്? 11.31 ആണ് തീറ്റയുടെ വാല്യൂ എന്നറിയാം. അതേപോലെ ടി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 811.46. ഓക്കെ, 811.46 എന്നൊരു വാല്യൂ ടിക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വാല്യൂസ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എഫ് ബി ഈസ് ഈക്വൽ ടു പി കോസ് 11.31 മൈനസ് ടിക്ക് പകരം 811.46. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്താണ്? എൻ ബി ആണ്, അല്ലെങ്കിൽ എൻ ആണ്. എഫ് ബി ആണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഓഫ് ബിയും ഫ്രിക്ഷൻ ഫോഴ്സ് ഓഫ് ബിയും ആണ് 1 ഉം 2 ഉം ഇക്വേഷൻസ് വെച്ച് നമുക്ക് കിട്ടിയത്, എൻ ബിയും എഫ് ബിയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓൾറെഡി അറിയാമെന്നൊരു ബേസിക് കാര്യമുണ്ട്. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ എൻ ആണെന്ന്, അല്ലെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബി ബൈ എൻ ബി, അല്ലെങ്കിൽ എഫ് എ ബൈ എൻ എ എന്നൊക്കെ എഴുതാം. നമുക്ക് എന്താണ്? ഇവിടെ ഒരു മ്യൂവേ ഉള്ളൂ. മ്യൂ എയും മ്യൂ ബിയും എല്ലാം മ്യൂ ആണ്. അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഓഫ് ബി ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ ഓഫ് ബി എന്ന് എഴുതാം. മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബി ബൈ എൻ ബി. ഇതിൻ്റെ അകത്ത് എഫ് ബി എന്ന് പറയുന്നതും എൻ ബി എന്ന് പറയുന്നതും നമുക്ക് എന്താണ്? ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കേ. ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം. ഇക്വേഷൻ നമ്പർ 1 എന്താണ്? ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ എൻ ബി ആണ്. ഇക്വേഷൻ നമ്പർ 2 എന്താണ്? എഫ് ബി ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു റേഷ്യോയുടെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ എന്താണ്? എഫ് ബിയും എൻ ബിയും ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നിന്നും 2 നിന്നും എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 നിന്നും 2 നിന്നും എഫ് ബിയും എൻ ബിയും എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1 നിന്നും എൻ ബി എടുത്ത് ഈ ഡിനോമിനേറ്ററിലേക്കും ഇക്വേഷൻ നമ്പർ 2 നിന്നും എഫ് ബി എടുത്ത് ഈ ഡിനോമിനേറ്ററിലേക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താകും വാല്യൂ? നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബി ബൈ എൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറും? മ്യൂ ഈസ് ഈക്വൽ ടു 560 മൈനസ് പി സൈൻ 11.31 ഡിവൈഡഡ് ബൈ പി കോസ് 11.31 മൈനസ് 811.46 എന്നാവും. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. മനസ്സിലായോ? മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബി ബൈ എൻ ബി എന്ന് നമ്മൾ എഴുതി. എഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ നമ്പർ 1 എന്താണത്? 560 മൈനസ് പി സൈൻ 11.31. അതിനെ എടുത്ത് ന്യൂമറേറ്ററിൽ ഇട്ടു. എൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ നമ്പർ 1, സോറി, നമ്മൾ ചെറിയ തെറ്റുണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബി എന്ന് പറഞ്ഞാൽ പി കോസ് 11.31 മൈനസ് 811.46ഉം എൻ ബി എന്ന് പറഞ്ഞാൽ 560 മൈനസ് പി സൈൻ 11.31. ഈ എൻ ബി എടുത്ത് എന്ത് ചെയ്തു? നമ്മൾ ഡിനോമിനേറ്ററിൽ ഇട്ടു. നെക്സ്റ്റ് ഈ എഫ് ബിനെ എടുത്ത് എന്ത് ചെയ്തു? ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്കിതിൻ്റെ അകത്ത് മ്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 0.2 എന്നാണ് തന്നിട്ടുള്ളത്. ആ മ്യൂവിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? നമ്മളെടുത്ത് ഈ മ്യൂവിൻ്റെ വാല്യൂവിന് പകരം 0.2 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 0.2 ഈസ് ഈക്വൽ ടു പി കോസ് 11.31 മൈനസ് 811.46 ഡിവൈഡഡ് ബൈ 560 മൈനസ് പി സൈൻ 11.31 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇനി ഇതിൻ്റെ അകത്തു നമുക്ക് പി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 560 മൈനസ് പി സൈൻ 11.31നെ ന്യൂമറേറ്ററിലേക്ക് എത്തിക്കണം. അതിനെന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0.2 കൊണ്ട് എന്ത് ചെയ്യുക? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 0.2 ഇൻറ്റു ഡിനോമിനേറ്റർ, ഈ കിടക്കുന്ന 0.2 കൊണ്ട് ഈ ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.2 ഇൻറ്റു 560 മൈനസ് പി സൈൻ 11.31 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ കിടക്കുന്ന ന്യൂമറേറ്റർ പി കോസ് 11.31 മൈനസ് 811.46. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 0.2 കൊണ്ട് എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ഓരോ ടൈമിനേക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ? 0.2 ഇൻറ്റു 560 ചെയ്യുക. അതിനുശേഷം 0.2 ഇൻറ്റു പി സൈൻ 11.31 ചെയ്യുക. ഓക്കെ, അത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0.2 ഇൻറ്റു 560 112 എന്നും കിട്ടും. 112 ആൻസർ കിട്ടും.
പി സൈൻ 11.31 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വലിൻ്റെ റൈറ്റ് സൈഡ് അതേപോലെ തന്നെ നമ്മൾ എഴുതി. ഇനി സൈൻ 11.31 കാൽക്കുലേറ്റർ നിങ്ങൾ ചെക്ക് ചെയ്യുക. സൈൻ 11.31 ആൻസർ എത്ര ആയിരിക്കും? 0.1961 എന്നാണ്. അപ്പോൾ ഈ വാല്യൂ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂ എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പി സൈൻ 11.11 പകരം 0.1961 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതേപോലെ കോസിൻ്റെ വാല്യൂ, കോസ് 11.131 വാല്യൂ എത്രയാണ്? 0.98. അതെടുത്ത് എന്ത് ചെയ്തു? ഇവിടേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കൊടുക്കും. ആദ്യത്തെ സൈൻ്റെ വാല്യൂ എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോസിൻ്റെ വാല്യൂ എടുത്ത് ഈക്വലിൻ്റെ റൈറ്റ് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 112 മൈനസ് 0.2 ഇൻറ്റു പി ഇൻറ്റു സൈൻ 11.31 വരെ എന്ത് കൊടുത്തു? 0.1961 എന്ന് കൊടുത്തു. ഓക്കെ, 0.1961 എന്ന് കൊടുത്തു. ഈക്വൽ ടു പി ഇൻറ്റു കോസ് 11.31 പകരം 0.9806 എന്ന് കൊടുത്തു, മൈനസ് 811.46. ഓക്കെ, വീണ്ടും ഒന്നും കൂടെ ഒന്ന് സോൾവ് ചെറുതാക്കി എഴുതാം. 112 മൈനസ് 0.2 ഇൻറ്റു 1961 ചെയ്യുമ്പം 0.0392 പി എന്ന് കിട്ടും. റൈറ്റ് സൈഡ് അതേപോലെ നമ്മളങ്ങ് എഴുതി വെച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം എന്താണ്? ഈക്വലിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലാം പി ടേംസ് കിടപ്പുണ്ട്, പിയുടെ ടേംസ്. അപ്പോൾ പിയുടെ ടേമുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് എഴുതുക. ഇതാണ് ഒരു പിയുടെ ടേം, ഇത് നെക്സ്റ്റ് പിയുടെ ടേം. പി ഇല്ലാത്ത ടേംസ് ഏതൊക്കെയാണ്? ഈ രണ്ട് ടേംസ്. അപ്പോൾ പി ഇല്ലാത്ത ടേമുകളെല്ലാം ഈക്വലിൻ്റെ ഒരു സൈഡിൽ എഴുതുക, പി ഉള്ള ടേമുകളെല്ലാം ഈക്വലിൻ്റെ വേറൊരു സൈഡിലേക്ക് മാറ്റി എഴുതുക. സോ അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ അവർ ചെയ്തേക്കുന്നത്. 112 മൈനസ് ഇക്വേഷൻ്റെ അകത്തെ പി ഇല്ലാത്ത ടൈം ഏതാണ്? മൈനസ് 811.46. അതിനെ നമ്മൾ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്തായി? മൈനസ് എന്നുള്ളത് പ്ലസ് ആയി. സോ 112 പ്ലസ് 811.46, 112 പ്ലസ് ആയി. അതേപോലെ റൈറ്റ് സൈഡിൽ 0.9806 പി അവിടെ ഉണ്ട്, അത് അവിടെ തന്നെ എഴുതി. എന്ത് ചെയ്തു? മൈനസ് 0.0392 പി എന്നുള്ളത് ഈക്വലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയപ്പം പ്ലസ് 0.0392 എന്നായി. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടു പഠിച്ച സിമ്പിൾ മാത്സ് ആണ്. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കൊണ്ടുപോകുക. പിയുടെ ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് എഴുതി, ബാക്കി ടേംസിനെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി. അപ്പോൾ 112 പ്ലസ് 811.46 ചെയ്യുമ്പം 923.46 എന്ന് കിട്ടും. 923.46 ഈക്വൽ ടു 0.9805 0.0392 കൂടെ ആഡ് ചെയ്യുമ്പം 1.0198 പി എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ അകത്തെ പി മാത്രം നമുക്ക് കിട്ടണം. സോ പി ഈസ് ഈക്വൽ ടു 923.46 ഡിവൈഡഡ് ബൈ 1.0198. സോ പിയുടെ വാല്യൂ 905.53 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? പി ആണ്. ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലത്തിന് മറ്റു പ്രോബ്ലങ്ങളിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. മറ്റു പ്രോബ്ലങ്ങൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം കണ്ടുപിടിക്കും അല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എ എടുക്കും, അതിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും സോൾവ് ചെയ്യും. പിന്നെ ബി എടുക്കും, ബീനെ എന്ത് ചെയ്തു? മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ബീനെ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും സോൾവ് ചെയ്യുമ്പം നമുക്ക് ലാസ്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരും. പക്ഷേ ഇവിടെ എന്താണ് ഒരു വ്യത്യാസം? നമ്മൾ എ എടുത്തു, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡയറക്ഷനിൽ സോൾവ് ചെയ്തു. ബി എടുത്തു, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡയറക്ഷനിൽ സോൾവ് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവിടെ നിന്നും മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ എൻ എന്ന് പറയുന്ന റേഷ്യോ യൂസ് ചെയ്തു. ഈ എഫിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്താണ്? ഒരു ഇക്വേഷൻ പോലെ കിട്ടി. അതിൻ്റെ അകത്ത് പി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഫ്രിക്ഷനിൽ ഇനി വരാനുള്ള ടോപ്പിക്കുകൾ ലാഡർ ഫ്രിക്ഷൻ, വെഡ്ജ് ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ പ്രോബ്ലംസും അത്തരം ടോപ്പിക്കുകളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.